സോ ഇന്ന് കിങ്ഡം ടവറിലേക്കാണ് പോകുന്നത്. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. സോ വെൽക്കം ടു ജോ ലൈഫ്. ഇവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട്. നല്ല വിശപ്പുള്ളത് കൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചില മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനത്തെ മെഷീൻ ഉണ്ടാവും. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് എടുക്കാനായിട്ട്. നമ്മളത് സ്ക്രീൻ ടച്ച് ചെയ്യുക. അതിനുശേഷം പ്രോഡക്റ്റിന് താഴെ പ്രത്യേക നമ്പർ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതുണ്ടോ, ഈ വാട്ടറിൻ്റെ നമ്പർ 59 ആണ്. അപ്പോൾ നമ്മൾ 59 എന്ന് മെൻഷൻ ചെയ്യണം, ടൈപ്പ് ചെയ്യണം. മുകളിൽ ആ സ്ക്രീനിൽ 59 കാണിക്കും. $1 അതിൻ്റെ പ്രോഡക്റ്റിന് വില, അതും കാണിക്കും സ്ക്രീനിൽ. നമ്മൾ അതിൻ്റെ കാർഡ് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ആ പ്രോഡക്റ്റ് താഴെ റാക്കിൽ വന്നിട്ടുണ്ടാവും. ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ടവറിൽ പോകണമെങ്കിൽ കാപ്റ്റിൽ നിന്നും അൽ ഉറൂബ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങണ്ട കേട്ടോ. ഈ തെറ്റിപ്പോയി, ഞാൻ വേറെ സ്റ്റോപ്പിൽ ഇറങ്ങി. അൽ ഉറൂബ് ഞാനിവിടെ പിൻ ചെയ്ത് കാണിക്കാം ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ. അൽ ഉറൂബ് ഇറങ്ങിക്കഴിഞ്ഞാൽ 90 മീറ്ററേ ഉള്ളൂ, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അൽ ഉറബ സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ബിൽഡിങ്ങും. ഇത് അൽ ഉറബ മെട്രോ സ്റ്റേഷൻ വെളിയിലുള്ള മാപ്പാണ്. മെട്രോ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ബിൽഡിംഗ് വരുന്നത്. വളരെ അടുത്താണ്. മെട്രോയിൽ പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഗ്രീൻ കളർ അല്ലേ, അതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഫൈനലി കയറാൻ പോവാണ് കിങ്ഡം ടവറിൻ്റെ ഉള്ളിലോട്ട്. സോ ലെറ്റ്സ് സീ. ഇതാണ് എൻട്രൻസ്. ഇതിനകത്തുനിന്ന് കയറി നമ്മൾ നേരെ വന്നിട്ട് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. പോകണം, അത് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോകണം. ഈ സ്റ്റെപ്പ് കയറി മേലോട്ട് പോകണം. അതാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഈ ഒരു ചെറിയ ബ്രിഡ്ജിൽ നിന്നും റൈറ്റിലോട്ട് പോകണം. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കയറി മേളിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പുറത്ത് സ്കൈ ബ്രിഡ്ജിൻ്റെ ബോർഡൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പക്ഷേ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാനൊക്കത്തുള്ളൂ. കുഞ്ഞൊരു എൻട്രൻസ് ഉണ്ടാവും അകത്തോട്ട്. ഇതിനുള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് സ്കൈ ബ്രിഡ്ജിൻ്റെ ഒരു ചെറിയ ബോർഡ് കാണാൻ പറ്റുക. അൽ മംലക്ക എന്നാണ് അറബി ഭാഷയിൽ ഇതിനെ പറയുന്നത്. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 11 മണി വരെയാണ് സമയം. വെള്ളിയാഴ്ച 4 മണി മുതൽ 11 മണി വരെ. 2 ലിഫ്റ്റിലാണ് നമ്മൾ കയറി ചെല്ലേണ്ടത്. ഒന്നാമത്തെ ലിഫ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ 77ാമത്തെ നില വരെ പോകും. രണ്ടാമത്തെ ലിഫ്റ്റ് നമ്മൾ വീണ്ടും കയറണം. അത് 99ാമത്തെ നില വരെയും ചെല്ലും. അവിടെയാണ് നമ്മൾ വ്യൂ പോയിൻ്റ്.
2002 നിർമ്മാണം പൂർത്തിയായപ്പോൾ 267 മീറ്റർ ഉയരമുള്ള ഫൈസലിയ ടവറിനെ മറികടന്നാണ് സൗദി അറേബ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന പദവി നേടിയത്. ദി ക്ലോക്ക് ടവേഴ്സും ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി ടവറുമാണ് സൗദി അറേബ്യയിലെ ഉയരം കൂടിയ മറ്റ് 2 കെട്ടിടങ്ങൾ. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന്. ഒരു ഉറുമ്പ് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ബ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെ നിൽപ്പുണ്ടാവും. പ്രിൻ്റഡ് ഫോട്ടോ നമുക്ക് കിട്ടും. എൻ്റെ അനുഭവത്തിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ പറ്റുമെങ്കിൽ പോയി കാണുക, കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ അതിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ടോപ്പിൽ പോയത്. നമ്മൾ ഈ ടോപ്പിലാണ് കയറിയത്. അപ്പോൾ ഇതാണ് റിയാദിലെ കിങ്ഡം ടവറിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അണ്ടിൽ ദെൻ, ബൈ ബൈ. ദിസ് ഈസ് ജോ ലൈഫ്.